Amrithveni Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. ഗ്രൂവ് റൗണ്ടിലേക്ക് ഞാൻ പോവാണ്. നമ്മുടെ Ready? ഓർക്കസ്ട്ര Super റെഡിയാ. orchestra. Okay, let's welcome Yes. ஆடல் கலையே தேவன் தந்தது, ஆடல் கலையே தேவன் தந்தது, தேவனின் ஆடலில் தான் ஜீவன் வந்தது, தேவனின் ஆடலில் தான் ஜீவன் வந்தது, ஆடல் கலையே தேவன் தந்தது, தேவன் தந்தது. மல்லிகையை வெண் சங்காய் வண்டினங்களூதும் மெல்லிசையின் ஓசை போல் மெல்ல சிரித்தாள், மல்லிகையை வெண் சங்காய் வண்டினங்களூதும் மெல்லிசையின் ஓசை போல் மெல்ல சிரித்தாள், வண்ண வண்ண மேலாடை ஆ ஆ வண்ண வண்ண மேலாடை புனைந்தாடும் பைங்கிளிமான் கூட்டம் மயங்கு தாவி தாவித்தான் வந்தாள், வண்ண வண்ண மேலாடை புனைந்தாடும் பைங்கிளிமான் கூட்டம் மயங்கு தாவி தாவித்தான் வந்தாள், ஆடல் கலையே தேவன் தந்தது, தேவனின் ஆடலில் தான் ஜீவன் வந்தது, ஆடல் கலையே தேவன் தந்தது, தேவன் தந்தது. சித்திர நாட்டியம் நித்தமும் காட்டிடும் சிற்றிடைதான் கண் பறிக்கும் மீன் கொடியோ, சித்திர நாட்டியம் நித்தமும் காட்டிடும் சிற்றிடைதான் கண் பறிக்கும் மீன் கொடியோ, விண்ணிலே வாழ்ந்திருக்கும் வெண்ணிற நிலா பெண்ணென காலெடுத்து வந்ததோலா, முன்னழகும் பின்னழகும் பொன்னழகோ, முள்ளிருக்கும் கள்ளிருக்கும் பூவழகோ, தலை சிறந்த கலை விளங்க நடம் புரியும் பதுமையோ புதுமையோ, சதங்கைகள் தழுவிய பதங்களில் பலவித ஜதிஸ்வரம் வருமோ, குரல் வழி வரும் கனிமொழி ஒரு சரச பாஷையோ, சுரங்களில் புது சுகங்களை தரும் சாருகேஷியோ, சச 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 சரி கமம தகதிமி சச 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 பத நிரி சகம கரி கரி சமா கரி சனி ரே சனி தப சானி தப தரிகிடும் 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 தரிகிடும், ஆடல் கலையே தேவன் தந்தது, ஆடல் கலையே தேவன் தந்தது, தேவனின் ஆடலில் தான் ஜீவன் வந்தது, தேவனின் ஆடலில் தான் ஜீவன் வந்தது, ஆடல் கலையே தேவன் தந்தது, தேவன் தந்தது. Good, good. Yes. എങ്ങനെയുണ്ടായി ഗ്രൂവ് റൗണ്ട്? വല്ലാത്തൊരു റൗണ്ടാണ് ശരിക്കും. ഇന്നലെ രാത്രി നടന്നൊരു സംഭവം ഞാൻ പറയാം. ഞാൻ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പം ഇതിന്റെ ബ്രിഗാസ് പ്രാക്ടീസ് ചെയ്ത് എന്റെ കഴുത്തുളുക്കി.
അപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുക. എങ്ങനെ പക്ഷെ അത് കൊള്ളാം കേട്ടോ. അങ്ങനെ നല്ല ചന്തമുണ്ട് യശിനെ കാണാൻ. പാട്ട് പാടി ഇപ്പത്തുനിന്ന് ഇപ്പൊ പാടിയപ്പോഴാണോ അത് ശരിയായത്? നേരെയോ അതെ അതെ. എന്താണ് പാച്ചുചേട്ടാ കഴുത്തൊക്കെ ഉളുക്കുന്ന രീതിയിലാണല്ലോ. വാച്ചൊക്കെ വായിച്ചങ്ങ് തകർത്ത് തള്ളി. പാച്ചുചേട്ടന് ഭയങ്കര സന്തോഷം. പാച്ചുചേട്ടൻ ചിരിച്ചൊക്കെ വായിക്കുന്നേ ഭയങ്കര. ഒരാൾ കിടന്ന് അനുഭവിക്കുന്ന കാണുമ്പോ അവന് ഭയങ്കര സന്തോഷമായി. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സാറേ, പാച്ചു സംഘത്തിനും ഒരു വലിയ കൈയ്യടി. യശേ സർ. മനോഹരമായിട്ട് പാടി യശേ. താങ്ക് യു സർ. ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറ. സർ, ഇത് ശ്രീ രാഘവേന്ദർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ്. പാട്ട് കമ്പോസ് ചെയ്തത് ഇളയരാജ സർ, പാടിയത് KJ യേശുദാസ് സർ, വരികൾ വാലി സർ. ആ, ഇതിൽ ആരാണ് അഭിനയിച്ചിട്ടുള്ളത്? രജനികാന്ത് സർ. നല്ല ഉഗ്ര പാട്ട്, നല്ല കിടുക്കാച്ചി പാട്ട്. യശ് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ആടലിൽ എന്തായിരുന്നു ഡൗട്ട്? വേറെ എന്തെങ്കിലും പാടാൻ നോക്കിയോ? ഇല്ല. പിന്നെ ആ രണ്ടാമത് പാടിയപ്പോ എന്തോ ഒരു എന്തോ തടുക്കി വീണ പോലെ, നടക്കുമ്പോ എവിടോ തട്ടിയ പോലെ, എന്തോ പറ്റിയത്? ഞാൻ ജസ്റ്റ് ആ ടേക്ക് ഓഫിന് വേണ്ടി റെഡി ആവുമായിരുന്നു. അല്ല, ഒരു വട്ടം ടേക്ക് ഓഫ് ചെയ്ത് സേഫ് ലാൻഡ് ചെയ്തതാ. പിന്നെ എടുത്തപ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞ. സർ, എവിടുത്തെ പോർഷൻ ഒന്ന് തുടക്കത്തില് ആടൽ കലയെ ദൈവം തന്നത്, ദൈവൻ ആടൽ ആടൽ കലയെ ആ റിപ്പീറ്റില് റിപ്പീറ്റ്. ഓക്കെ. ആ ഓക്കെ സർ. ആ ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി സർ. യശേ സർ, ഒക്കെ നന്നായിരുന്നു. യശിന്റെ സ്വരം പോർഷൻ ഒന്ന് പാടാമോ? അതിന് കുറച്ചും കൂടെ ഒരു ആധികാരികത വരണം എന്ന് തോന്നി. ഒന്ന് പാടാമോ? സ സ സ സ സ സ രി ഗ മ മ ത ക തി മി സ സ സ സ സ സ പ ദ നി രി സ ഗ മ ഗ രി ഗ രി സ മ ഗ രി സ എന്ന് പാടുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവും. സ സ സ സ സ സ സ രി ഗ മ മ ത ക തി മി സ സ സ സ സ സ പ ദ നി രി സ ഗ മ ഗ രി സ മ ഗ രി സ നി രി സ നി ദ പ സ നി ദ പ തരികിടും ആടൽ. നൈസ് നൈസ് നൈസ്. ആ തരികിടയ്ക്ക് ഇടയ്ക്ക് ഒരു ശ്വാസം എടുത്തത് എനിക്ക് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ആക്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം വേറെ എവിടെയും ശ്വാസം എടുക്കാനില്ല. തരികിടും. ആ, നല്ലതാണ്, നൈസ്. ഒരു കുഴപ്പവും പറ്റിയില്ല, ഡാമേജിങ് അല്ലായിരുന്നു. ഓക്കെ സർ. എന്നിപ്പോ എപ്പോഴും അങ്ങനെ പാടണം കേട്ടോ നമ്മൾ പാടുമ്പോ. അല്ലെ, എന്ന് പറയുമ്പോ അതിനൊരു ഗുമ്മില്ല. ഓക്കെ സർ. അത് ഈ ഒരു സിറ്റുവേഷൻ, ഒരു സീക്വൻസ് അറിയാമോ യഷിന്? സർ, ഒരു ഡാൻസ് സീക്വൻസ് ആണ് സർ. ആ, ഡാൻസ് ആണ്. അത് കണ്ടായിരുന്നു, ഒരു സ്ത്രീ ഡാൻസ് ചെയ്യുന്ന കണ്ടു. യെസ് സർ. അംബിക ആണ്, നമ്മുടെ പ്രിയപ്പെട്ട അംബികയാണ് അതിൽ ഡാൻസ് ചെയ്തിട്ടുള്ളത്. ഇത് കാര്യം പറയും സർ. അത്രേ ഉള്ളൂ സർ എനിക്ക്. അയ്യേ, ബാക്കി സാറ് കാര്യം പറയൂ. ബാക്കി ഞാൻ പറയണം. ഒക്കെ അവിടുന്ന് ബാക്കി കാര്യം. എടാ ചക്കരെ, Yes, sir. ഇതിൽ അവർ അഹങ്കാരിയായിട്ടുള്ള ഡാൻസറായിട്ടാണ് അംബിക അതിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് മുദ്ര പിടിച്ച് കാണിക്കും. ചന്ദ്രക്കല, സൈക്കിൾ, അല്ല എന്ത് പറഞ്ഞാലും അവര് മുദ്ര പിടിക്കും. അത് ഡാൻസിൽ എനിക്കൊന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൈക്കിൾ വരുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ അത് ഇത്ര വലിയ ഇതൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഇത്ര വലിയ മീനിനെ പിടിച്ചോന്ന് പറയില്ലേ, പക്ഷെ മീൻ ഇത്ര ഉണ്ട്. അതുപോലെ ചന്ദ്രക്കല, സൈക്കിൾ. അല്ല എന്ത് പറഞ്ഞാലും അവര് അതിന് മുദ്ര പിടിക്കും. യെസ് സർ. അപ്പോൾ ആ മുദ്ര ഈ രാഘവേന്ദ്ര സ്വാമിയാണ് ഇത് പാടുന്നത്. അപ്പൊ ഇത് രാഘവേന്ദ്ര സ്വാമി ഏതെങ്കിലും പാടുന്ന ഒരിടത്തിന് അവരെ കൊണ്ട് മുദ്ര പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ തോറ്റു, ഇല്ലെങ്കിൽ രാഘവേന്ദ്ര സ്വാമി തോറ്റു. അപ്പൊ ഇതെന്താണ്? സുരങ്ങളിൽ അതിനു മുമ്പുള്ള എന്താണ് കുറൽ വഴി വരും കനിമൊഴിയൊരു സരസഭാഷയോ അതൊക്കെ പിടിക്കും. കനിമൊഴിയൊരു സരസഭാഷ പറഞ്ഞ് കാണിക്കും. അടുത്ത ലൈൻ സുരങ്ങളിൽ പുതു സുഖങ്ങളെ തരും. സ്വരങ്ങളൊക്കെ കാണിക്കും. വരും ചാരുകേശിയോ അന്തപ്പെട്ടു. ചാരുകേശിക്ക് എന്ത് കാണിക്കണം എന്ന് അറിഞ്ഞൂടെ, ഇങ്ങനെ അങ്ങ് നിൽക്കുക. അപ്പൊ തോറ്റു. അപ്പൊ അതാണ് സീക്വൻസ്. ആ ചാരുകേശി എന്നുള്ള രാഗമാണ്. ചാരുകേശി എന്ന് പറഞ്ഞാൽ മുടി അഴകൊള്ള എന്നർത്ഥമുണ്ട് അതിന്. പക്ഷെ അത് പെട്ടെന്ന് ചാരുകേശി എന്ന് കേട്ടപ്പോൾ അംബിക പേടിച്ചിട്ടായിരിക്കണം ഡാൻസ് അങ്ങ് നിർത്തി. അപ്പൊ അതാണ് ഈ ഒരു പാട്ടിന്റെ ഗും. നന്നായിട്ട് തന്നെ പാടി യശ്. എനിക്ക് കുറേ ഇഷ്ടമായി. യശ് എപ്പോഴും പാടുമ്പോഴേ യശിന് ആ ഒരു പാഷൻ,
ഇത് പഠിക്കാനുള്ള അതൊരു സിൻസിയറായിട്ട് ഇന്ന് കുറച്ച് ടെൻഷനായി പോയോ എന്ന് എനിക്കൊരു ചെറിയ തോതിൽ എനിക്ക് ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്തു. ഇതുവരെ യക്ഷ വന്ന് നിൽക്കുമ്പം ഇത്ര ഭീകരമായിട്ടുള്ള ഒരു ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് വന്നപ്പോൾ എപ്പോഴും പാടുന്ന ഒരു ചില്ലവസ്ഥ അല്ലായിരുന്നു യക്ഷ. എന്തായിരുന്നു യക്ഷനെ അലട്ടിക്കൊണ്ടിരുന്നു? പെടലി വിളിക്കാതാണോ? അല്ല, പാട്ട് ടഫാണ് അത് തീർച്ചയായിട്ടും. ഡെഫിനറ്റ്ലി. അപ്പം അതിന്റെ ആ ഗ്രാഫ് ഓർത്ത് നിൽക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. ഓർക്കുമായിരുന്നു ഇങ്ങനെ പാടണം, അവിടെ ഇത് പാടണം, അത് പാടണം. അതൊക്കെ നല്ലതാ കേട്ടോ. ഇപ്പൊ യക്ഷേ എനിക്ക് കുറേ ഇഷ്ടമായി യക്ഷേ. താങ്ക് യു സാർ. പക്ഷെ എന്തൊക്കെയായാലും നല്ലൊരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജാ സാറിൻ്റെ, നമ്മുടെ എല്ലാമായ രാജാ സാറിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ള കോമ്പസിറ്റർ വാലി സാറ് അസാധ്യമായിട്ട് എഴുതിയേക്കാണ്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഗാനഗന്ധർവൻ നമ്മുടെ സ്വന്തം ദാസേട്ടനും പാടി കലക്കിയ ഒരു പാട്ടാണ്. അപ്പം അത് മനോഹരമായിട്ട് തന്നെ യശ് അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. ചേച്ചി യഷ് മാം. ഉഗ്രൻ. താങ്ക് യു മാം. താങ്ക് യു മാം. ഈ പാട്ട് എനിക്കൊന്ന് യൂഷ്വലി യഷ് പാടുന്ന കുറച്ച് ഹിന്ദുസ്ഥാനി സ്റ്റൈൽ പാട്ടുകൾ അല്ലെങ്കിൽ മെലഡി അങ്ങനത്തെ സംഭവങ്ങളാണ്. കർണാട്ടിക് സ്റ്റൈലിൽ വരുമ്പോഴത്തേക്കുള്ള ഒരു ഡിഫിക്കൽട്ടിയാണ്. കാരണം യൂഷ്വലി കർണാട്ടിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുമ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു രാഗഭാവം വരുന്ന വിധത്തിലുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതാണ് സാർ ആ നേരത്തെ പറഞ്ഞത്. ചില ഭാഗങ്ങളിൽ ആ പ്രയോഗം വരാണ്ട് അത് പ്ലെയിൻ ആയിട്ട് പാടിക്കഴിയുമ്പോൾ നമുക്ക് ആ രാഗത്തിൻ്റെ ഒരു ഭംഗി ചിലപ്പോൾ ഫുള്ളായിട്ട് കിട്ടണം നിർബന്ധമില്ല. യശ് പാടിയതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് തോന്നി 2 സ്ഥലത്ത് മാത്രം ഹൈ ചാരുകേഷിയോ എന്ന് ചോദിക്കുന്നൊരു ആ എൻഡ് മാത്രം, അതേപോലെ വേറൊരു സ്ഥലത്തും ഇതേപോലൊരു നോട്ട് കുറച്ചത് എത്താത്ത മാതിരി ഉള്ളൊരു ഫീലിംഗ് വന്നു. പിന്നെ ആ ഫസ്റ്റ് പല്ലവിയിൽ ഒരു കൺഫ്യൂഷൻ പോലെ, ഈ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തോ അവിടെ എന്തോ തടഞ്ഞു നിന്ന പോലെ എന്തോ തോന്നി, എന്തോ കൺഫ്യൂഷൻ ഉള്ളത് പോലെ. അതും ഞങ്ങൾക്ക് മനസ്സിലായില്ല. പ്രോബബ്ലി ചിലപ്പം യശ് അവിടെ കട്ട് ചെയ്തതാവാം, എന്തോ ആവാം. പക്ഷെ കേൾക്കുന്ന വ്യക്തികൾക്ക് അതാണ് ഞാൻ പറയുന്നത്, ചിലത് കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് തോന്നും ഈ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മേ ബി യു ആർ കോൺഫിഡൻറ്റ് അല്ലേ, വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. പക്ഷെ എന്തോ ഞങ്ങൾക്ക് അവിടെ ഒരു ഫീൽ ചെയ്തു. അല്ലാതെയുള്ള ഒരു ഫാന്റാസ്റ്റിക് വോയിസ് ആണ് യഷിൻ്റെ. എല്ലാ റേഞ്ചസും കവർ ചെയ്യാൻ പറ്റിയൊരു വോയിസാണ്. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങളും വളരെ വളരെ പ്രൗഡാണ് യശ് വന്ന് ഓരോ പ്രാവശ്യം പാടുമ്പോഴും നല്ല നല്ല സോങ്സ് സെലക്ട് ചെയ്ത് യഷിൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി തെളിയിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വെരി ഗുഡ്. അപ്പോൾ ഇതിൽ കർണാട്ടിക് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് യഷിനെ കുറച്ചുകൂടി ഒന്ന് റെഡിയാക്കാനുള്ളൊരു ഭാഗം. അത്തരത്തിലുള്ള പാട്ടുകൾ കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് യു ക്യാൻ ആക്ച്വലി ഡു വെൽ. Thank you so God much. bless you. Thank you, ma'am. Thank you. ചേച്ചി ഷാനിക്ക. യെസ് Sir. നന്നായിട്ട് പാടിയാണ്. Thank you, sir. Thank you, sir. ആദ്യം തന്നെ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയൊരു കയ്യടി. ഇത് എളുപ്പമല്ല. യശ് നന്നായിട്ട് തന്നെ പാടിയാണ്. Thank you, sir. ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ ഈ പാടി മഴ പെയ്ക്കുക, മഴ നിർത്തുക എന്നൊക്കെ കേട്ടോ. പക്ഷെ പാട്ട് പാടി കഴുത്തുളുക്കുക എന്നുള്ളത് ഈ ഒരു ആക്ഷൻ ആയിരിക്കും അല്ലേ അതിന് കാരണം. ആ ആക്ഷൻ യശിന്റെ ആക്ച്വലി കുറച്ച് കൂടുതലുമാണ്. എനിക്കിഷ്ടായി. പാറ് കണ്ടായിരുന്നു രാവിലെ ഇങ്ങനെയായിരുന്നു. ഇത് ആ അനുപല്ലവിയും ചരണവും, ഇത് ആ ഋതത്തിന് കൂടെ പാടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് യശ് ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ട് ചെയ്തു. അത് ഭയങ്കര ഒരു ചാലഞ്ചാണ്. കാരണം അത് അങ്ങനെയാണല്ലോ, കാരണം ഋതം എൻറ്റയർലി ഡിഫറെൻറ്റ് പാറ്റേണിൽ പോകുമ്പോൾ ഫ്രം ദി ഒറിജിനൽ വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് പാറ്റേണിൽ പോകുമ്പോൾ യശ് ആ ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സാധനം തലയിൽ വെച്ചിട്ട് വേണം യശ് പാടാൻ. ഹൈലി ചാലഞ്ചിങ് ആണ്. എനിക്കൊന്ന് ഗ്രൂവ് റൗണ്ടിൽ ഇത് എനിക്കൊന്ന് വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് സോങ്സ് ആയിരിക്കണം അല്ലേ ഗ്രൂവ് റൗണ്ടിൽ. ഇത് ടഫാണ്. അപ്പോൾ എന്തായാലും അത് യശ് അടിപൊളിയായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. യശ് താങ്ക് യു സർ. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇങ്ങനെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. യെസ് സർ. കേട്ടോ. യെസ് സർ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. യെസ് ശരത് സാർ. യശേ സർ. 9.6 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. യഷ് മാം. 9.6. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. യെസ് സർ. താങ്ക് യു സർ. Okay, so total 19.2. Thank you. Super. Okay, all the best. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.